ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചമ്മന്തി ഇപ്പോൾ എൻ്റെ കഥ കേൾക്കണ്ട. അങ്ങനെ മക്കളോടൊക്കെ ചിലവിന് തരാൻ പറയുന്നത്. ചിലവിന് ദാറ്റ് മീൻസ് മാസം ഓരോ തുക വെച്ചിട്ട് തരാൻ പറയുന്നു. അങ്ങനെ സച്ചി 10,000 കൊടുക്കാൻ പറയുന്നു, ശ്രീകാന്ത് 10,000 കൊടുക്കാമെന്ന് പറയുന്നു, സുധി 8,000 രൂപ കൊടുക്കാമെന്ന് പറയുന്നു, രേവതി പറയണു ഞാൻ 2,000 രൂപ തരാൻ പറയുന്നു. അപ്പോൾ പക്ഷേ രവീന്ദ്രൻ സമ്മതിക്കില്ലേ, വേണ്ട പറയണം. അപ്പോൾ ശ്രുതി പറയണു ഞാൻ 5,000 തരാമെന്ന്, വർഷ പറയണു ഞാൻ 10,000 തരാമെന്ന്. പക്ഷേ മരുമക്കളുടെ അടുത്തൊന്നും വേണ്ട, മക്കൾ തന്നാൽ മതി പൈസ, ഈ തരുന്ന പൈസ 5-ാം തീയതിക്ക് മുമ്പ് തരണം എന്ന് പറയല്ലേ രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്ര ചോദിക്കും ശരി നിങ്ങൾ റൂമിൻ്റെ കാര്യം സംസാരിച്ച് വന്നിട്ട് ഇപ്പോൾ ഈ പൈസയുടെ കാര്യത്തിലെത്തി എന്താ ആക്ച്വലി എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. എഴുന്നേറ്റ് പോയ സമയത്ത് എല്ലാവരും പോയി കിടന്നോ വേണ്ടി എഴുന്നേറ്റ് പോകണു. ആ സമയത്ത് ഇതിൻ്റെ ചർച്ച നടക്കുകയാണ്. ചർച്ച നടക്കുമ്പോൾ സുധി ചോദിക്കുകയാണ് എന്നാൽ എന്തിനായിരിക്കും അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അച്ഛൻ അങ്ങനെ പൈസയുടെ കണക്ക് പറയാറില്ലല്ലോ, എന്തിനാവും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും താമസിക്കാൻ റൂം പോരാന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അച്ഛൻ വേറെ വീടെടുക്കാനുള്ള പ്ലാനിങ്ങിലാവോ, ആവില്ല. എനിക്ക് തോന്നുന്നത് സുധി പറയാണ് തനിയെ എന്ന് പറയണേ, എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയും കൂടിയിട്ട് നമ്മളെ ഇവിടെ താമസിച്ചിട്ട് നമുക്ക് 3 ആൾക്ക് റൂം തന്നിട്ട് അച്ഛനും അമ്മയും കൂടി വേറെ വീടെടുത്ത് മാറാനുള്ള പ്ലാനാവെന്ന് പറയണം. അപ്പോൾ സച്ചി പറയാണ് പോടാ കടന്നിട്ട് എന്താ അവൻ്റെ മനസ്സിൽ, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. ഞാനങ്ങനെ അച്ഛനും അമ്മയും വീട് വിട്ട് പോകാമെന്ന് ഞാൻ സമ്മതിക്കില്ല പറയാണ്. ചിലപ്പോൾ ഈ വീട് വിട്ടിട്ട് വേറെ വീടെടുത്ത് മാറാനാവും എന്ന് പറയാണ്. അപ്പോൾ സുധി എന്തായാലും എനിക്ക് മാസ്റ്റർ ബെഡ്റൂം വേണമെന്ന് പറയണേ. എടാ വൃത്തികെട്ടവനെ, നീ സ്വാർത്ഥനെ, നീ നിൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നു, നീ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ചിന്തിക്കില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് ചെറിയ വീടാണെങ്കിലും സന്തോഷത്തിൽ താമസിക്കാനാടാ ഇത് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ ഞാനും രേവതിയും കൂടിയിട്ട് ഹാളിലോ ടെറസിലോ എവിടെ വേണമെങ്കിലും കിടക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്കതെന്താ മനസ്സിലാവാത്തത്? അത് ശരിയാണ്, പിന്നെ എന്തിനാണ് അവ പച്ചിങ്ങനെ പറയണം, നിനക്ക് പറഞ്ഞാലെന്ന് മനസ്സിലാവില്ല, നീ ഒരു സ്നേഹമില്ലാത്തവനാണ്, നീ എപ്പോഴും സ്വാർത്ഥനാന്ന് പറയണം. അപ്പോൾ സുധി പറയും അതെ ഞാനൊരു ബിസിനസ് മാനാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റാണ്, ഇനി എനിക്ക് ബ്രാഞ്ചുകൾ വരാം, ഞാൻ മില്യണയർ ആവാം, ഞാൻ കോടിപതി ആവാം, ഞാൻ ഇഷ്ടം പോലെ കാശുകാരനാവും എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും എന്താ ഇപ്പം ഞങ്ങളുടെ പ്രൊഫഷനൊക്കെ തെറ്റും, ഞാൻ എന്താടാ ഡ്രൈവറല്ലേ, ഞാൻ സമ്പാദിക്കില്ലേ, നീ ഡ്രൈവർ എന്ന് വെച്ചാൽ നിനക്ക് അതിലും കൂടുതൽ ഉയരാൻ പറ്റില്ല സച്ചിൻ, നീ ഏറിക്കഴിഞ്ഞാൽ ലോറി ഡ്രൈവർ ആവാൻ പറ്റിയിരിക്കും, അതിലും കൂടുതൽ നിനക്ക് പറ്റില്ല പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം എന്തിനാ സുധിയായിട്ട് അങ്ങനെ മറ്റുള്ള ഒരു പ്രൊഫഷനെ കളിയാക്കണം, ഓരോ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്, പോടാ എന്നാലും എൻ്റെ അത്ര വരില്ല എന്നൊക്കെ പറയണം. അങ്ങനെ പറയുമ്പോൾ സുധിയും കൂടി തല്ലുവിടുമ്പോൾ ശ്രീകാന്ത് പറയണം മതി നിർത്ത് പറഞ്ഞിട്ട് രണ്ടുപേരും തല്ലൂട്ട് മാറ്റി ഇത്തിരി സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. ഇതിപ്പോൾ അതിലും വലത്തായി പറയുമ്പോൾ ശരി ഇനി നീ ഉള്ളടത്തേക്ക് ഞാനും വരില്ല, ഞാൻ ഉള്ളടത്തേക്ക് നീയും വരായതുകൊണ്ട് സുധിയും സച്ചിയും കൂടിയിട്ട് തല്ലുകൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, തോറ്റു ഞാൻ എന്ന് പറയണം ശ്രീകാന്ത്. അങ്ങനെ അത് കഴിഞ്ഞു. രേവതി പിറ്റേ ദിവസം അടുക്കളയിൽ പണികൾ ചെയ്യണം. രേവതി അടുക്കളയിൽ പണികൾ ചെയ്യുമ്പോൾ വർഷം വന്നിട്ട് പറയും എൻ്റെ രേവതി ചേച്ചി എപ്പോൾ നോക്കിയാലും വർക്കിംഗ്, ഒരു നിമിഷം പോലും ചേച്ചി റെസ്റ്റ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ചേച്ചിക്ക് ഇങ്ങനെ ഒരു മടുപ്പ് തോന്നില്ല. അപ്പോൾ രേവതി പറയും എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഞാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മടുപ്പ് തോന്നും പക്ഷേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണല്ലോ, എല്ലാവരും കൂടി കഴിക്കാനല്ലേ, അപ്പോൾ എനിക്കിതിൽ സന്തോഷമുള്ള മടുപ്പൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ ശ്രുതി അങ്ങോട്ട് കയറി വരാണ്. ശ്രുതി കയറി വന്നിട്ട് പറയും രേവതി നീ എന്തിനാ 2,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് അങ്കിളിനോട്, നിനക്ക് അതിനൊക്കെയുള്ള വരുമാനം ഉണ്ടോ? അപ്പോൾ ശ്രുതിയോട് രേവതി പറയും അതിനെന്താ കൊടുത്താലേ? അപ്പോൾ പറയും അതെ ഞങ്ങൾ പറഞ്ഞു, ശ്രുതി പറഞ്ഞു ബിസിനസ് മാനാണ്, എനിക്ക് പറഞ്ഞ നല്ല വരുമാനമുണ്ട് ബ്യൂട്ടി പാർലറിൽ, എനിക്ക് അത്യാവശ്യം നല്ലോണം ഞാൻ സമ്പാദിക്കുന്നുണ്ട്, വർഷയ്ക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമുണ്ട്, നീ എന്ത് കണ്ടിട്ടാണ് നിനക്ക് പൂക്കച്ചവടം ഒരു ദിവസം നിൻ്റെ കസ്റ്റമേഴ്സ് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വരുമാനം വെച്ചിട്ട് നീ എങ്ങനെ അത് മാനേജ് ചെയ്യും? സച്ചിക്ക് ഒരു ദിവസം വണ്ടി ഓടിയില്ല എന്നുണ്ടെങ്കിൽ സച്ചി എങ്ങനെ പൈസ കൊടുക്കും? അപ്പം നിങ്ങളതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ കൊടുക്കണ കാര്യം പറയാം, നീ എന്തിനാ ചാടിക്കയറി 2,000 കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതിയോട് രേവതി പറയും ഞങ്ങൾക്ക് വരുമാനം ഇല്ല എന്ന് ആരാ പറഞ്ഞത്, ഞങ്ങൾക്ക് ചെറിയ വരുമാനമുള്ളൂ എന്ന് ആരാ പറഞ്ഞത്, നിന്നോട് ഞാൻ പറഞ്ഞോ, ഞാൻ ഈ കണ്ട കാലം പൂവൊക്കെ വിറ്റിട്ട് ഞാൻ ഈ കുറഞ്ഞ ചുരുങ്ങിയ കാലയളവിൽ ഞാൻ കാറ് മേടിച്ചു, ഇത്രയും വലിയ വരുമാനമുള്ള നീ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ആദ്യം അവനെ നന്നാവുന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാം. പിന്നെ നിൻ്റെ ബിസിനസ്മാൻ സുധി ഉണ്ടല്ലോ, സുധിയേട്ടൻ വെട്ടി വിരിങ്ങിണ്ടായിരുന്നത് എൻ്റെ സച്ചിയേട്ടൻ കൊടുത്തിട്ടല്ലേ, ഇതുവരെ അയാളിപ്പോൾ അടുത്തല്ലേ ബിസിനസ്മാൻ ആയത്, ഇതുവരെ ചിലവിന് കൊടുത്തായിരുന്നോ? സച്ചിയേട്ടനല്ലേ വീട്ടിലെ ചിലവ് കാര്യത്തിൽ, എന്നിട്ട് മൂക്കുമുട്ടത്തി നടന്നല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കുറേ കളിയാക്കും. രേവതി കുറേ ശ്രുതിയെ കളിയാക്കും, നീ വലിയ വർത്താനം എന്ന് പറഞ്ഞിട്ട് ശ്രുതി, ഇപ്പോൾ നിനക്ക് എല്ലാ ദിവസവും കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഈ ബ്യൂട്ടി പാർലറിൽ നിൻ്റെ കെട്ടിയും പറയാറുണ്ടല്ലോ ഈച്ചയായിട്ട് ഇരിക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ ഷോപ്പിൽ, അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം കച്ചവടം ഉണ്ടെങ്കിൽ ഒരു ദിവസം കച്ചവടം ഉണ്ടാവില്ല, അത് സ്വാഭാവികം, അത് ഏതൊരു ജോലിക്കാണെങ്കിലും അങ്ങനെയാണെന്നൊക്കെ പറയണം. അപ്പോൾ വർഷ പറയും ശ്രുതിക്ക് വേണ്ടത് കൊടുക്കാണ് രേവതി. അപ്പോൾ വർഷ പറയും ശ്രുതി ചേച്ചി മതിയായില്ലേ, വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കണോ, വാ പോവാ രേവതി ചേച്ചി ജോലി ചെയ്തോട്ടെ, വെറുതെ രേവതി ചേച്ചി ഡിസ്റ്റർബ് ചെയ്യേണ്ട, അതുകൊണ്ട് വർഷ ശ്രുതിയെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്.
അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് പോയി അത് കഴിഞ്ഞിട്ട് രാത്രി അന്നത്തെ ദിവസം രാത്രി കിടക്കാൻ പോയി. സച്ചി രേവതിയും പതിവ് പോലെ ടെറസിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ സച്ചി നോക്കുമ്പോൾ രേവതി നല്ല ഉറക്കാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറയണം, പാവം ഗർഭിണിയല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും, ഒരു കാര്യം ചെയ്യും, ഇവൾക്ക് പറയും ഞാൻ അടുക്കളയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് സച്ചി അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ പോകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോവാണ്. അടുക്കളയിൽ പോയി നോക്കുമ്പോൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പുട്ടുപൊടി ഇരിക്കുന്ന. പുട്ടുപൊടിയും കടലയും ഉണ്ടല്ലോ, അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കാനാണ് ഒന്ന് പ്ലാന്. പുട്ടുണ്ടാക്കാൻ എനിക്കറിയാം എന്നിട്ട് പുട്ടുപൊടി നനച്ചിട്ട് ചില്ലിടാതെ പുട്ടും കുറ്റി കൂടെ പുട്ടിടുമ്പോൾ ഒക്കെ നിലത്ത് വീണ് അയ്യോ ചില്ലിട്ടില്ല അല്ലേ എന്നിട്ട് സച്ചി പുട്ടിന് പൊടി നനച്ച് പുട്ട് വയ്ക്കുകയാണ്, പുട്ടുണ്ടാക്കണം. ഇനിയിപ്പോൾ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം, ഒരു കാര്യം ചെയ്യും, ശ്രീകാന്തിനെ വിളിക്കാൻ. പിന്നെ ശ്രീകാന്തിനെ വിളിക്കുമ്പോൾ ഹലോ ആരോ വരുമ്പോൾ ഞാനാടാ നിൻ്റെ ഏട്ടൻ സച്ചിയാ, ഫോൺ എടുക്കടാ, നേരമാണ് സംസാരിക്കടാ. അപ്പോൾ എന്താ സച്ചിയേട്ടാ, എങ്ങനെയാടാ ഈ കടലക്കറി വയ്ക്കാവോ? എൻ്റെ സച്ചിയേട്ടാ ഉറക്കത്തുനിന്ന് വിളിച്ചിനിപ്പിച്ചിട്ടാണ് സച്ചിയേട്ടൻ കടലക്കറി വെക്കാൻ പോകുന്നത്. അതൊക്കെ ഇടത്തി വെച്ചോളൂ. സച്ചിയേട്ടൻ എന്തിനാണെങ്കിൽ അവളെ എഴുന്നേറ്റിലിട, അവൾക്ക് വയ്യ, നീ ഒരു കാര്യം ചെയ്യും, കടലക്കറി വെക്കേണ്ട വിധമെന്ന് എനിക്ക് പറഞ്ഞതാ. സച്ചിയേട്ടൻ ഒരു കാര്യം ചെയ്യുന്ന ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് വയ്ക്കുക. പറയുമ്പോൾ അന്ന് ശരിയാവില്ല, നീ പറഞ്ഞുതരാൻ പറ്റുമോ നിനക്ക് ചോദിക്കുമ്പോൾ ശരി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് സച്ചിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സച്ചി പറയും, ഇതൊന്നും എൻ്റെ തലയിൽ കയറില്ലേ മോനെ, ഇതൊന്നും നമുക്ക് പറ്റിയ ഏർപ്പാടല്ല, ഒരു കാഞ്ച പുട്ടുണ്ടാക്കുക, പഴവും പപ്പടവും ഉണ്ടാക്കുക, അത് കൂട്ടി കഴിച്ചോട്ടെ. പറയും ഇതിനാണ് എൻ്റെ ഉറക്കം കളഞ്ഞ് കടന്നു പോകും സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ വെച്ചിട്ട് ശ്രീകാന്ത് കടന്നുറങ്ങാണ്. എന്നിട്ട് സച്ചി അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് ഉമ്മറത്തേക്ക്. അപ്പോഴേക്ക് ചന്ദ്രമതി നീറ്റിട്ടുണ്ട്. രവീന്ദ്രൻ സച്ചിയുടെ കാറ് കഴുകുന്നുണ്ട്. സച്ചിയുടെ കാറ് കഴുകുമ്പോൾ ചന്ദ്രമതി വന്ന് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ പണി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയണം, അതെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ കാറ് കഴുകുന്ന സമയത്ത് ചായ പറഞ്ഞിട്ട് തലയിൽ പെണ്ണുങ്ങളിങ്ങനെ കുളി കഴിഞ്ഞിട്ട് തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് ചായ കൊണ്ട് വരുന്ന പോലെ സച്ചി ലുങ്കിയും ബനിയൻ കാവുമുണ്ടും ബനിയനൊക്കെ ഇട്ടിട്ട് തലയിലൊരു കെട്ടൊക്കെ ആയിട്ട് ചായയും കൊണ്ട് വരിക. അപ്പോൾ ചന്ദ്രമതി അയ്യേ നീയോ ഇതെന്ത് കോലം, അപ്പോൾ അവളെവിടെയോ തമ്പുരാട്ടി എഴുന്നേറ്റിട്ടുണ്ടാവില്ല അല്ലേ എന്ന് പറയണം. അവൾക്ക് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും എവിടെയുടെ രേവതി ചോദിക്കുമ്പോൾ രേവതിക്ക് തീരെ വയ്യാച്ചാതിന്. അപ്പോൾ രേവതിക്ക് പകരം നീ അടുക്കളയിൽ കയറിയതാണല്ലേ ചോദിക്കും. അതെ ചായ പറയുമ്പോൾ കണ്ടില്ലേ ഓരോ കാട്ടിക്കൂട്ടൽ. അപ്പോൾ രേവതി ആ സമയത്ത് എഴുന്നേറ്റ് വരുമ്പോൾ കണ്ടില്ലേ ഓരോ കാട്ടിക്കൂട്ടൽ, ചായയും കൊണ്ട് വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സച്ചിനെ ചന്ദ്രമതി ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി എന്താ എപ്പിസോഡിലുണ്ടാവണമെന്ന് നമുക്കറിയില്ല. അതിന് നാളത്തെ എപ്പിസോഡിലാണ് കാണുന്നത്. അങ്ങനെ സച്ചി ചായയും കൊണ്ട് എല്ലാവർക്കും ചായയും കൊണ്ട് വന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായി വീണ്ടും വരെ. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്